എടേ എത്ര നാളായി നിങ്ങൾ ഈ ജങ്ക് ഫുഡ് കഴിക്കുന്നത് നിർത്തണമെന്ന് പ്ലാൻ ചെയ്യാൻ തുടങ്ങിയിട്ട്. ഇതേ നിങ്ങൾക്ക് സെൽഫ് കൺട്രോൾ ഇല്ലാത്തതൊന്നുമല്ല. വലിയ വലിയ ഫുഡ് കമ്പനി ഭീമന്മാർ നമ്മുടെ തലച്ചോറുള്ളൊരു ഗ്ലിച്ച് കണ്ടെത്തി അതിനെ ചൂഷണം ചെയ്യുന്നതുകൊണ്ടാണ്. നമ്മുടെ നോർത്ത് അമേരിക്കയിലെ കടൽത്തീരങ്ങളിലൊക്കെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു പക്ഷിയുണ്ട്. അതിന്റെ പേരാണ് ഹെറിംഗ്ടൺ എന്ന് പറയുന്നത്. ഈ പക്ഷിയുടെ ചുണ്ടിന്റെ അറ്റത്തായിട്ട് ഒരു ചുവന്ന പൊട്ടുണ്ട്. ഇതിന്റെ കുഞ്ഞുങ്ങൾ വിശക്കുന്ന സമയത്ത് ഈ ചുവന്ന പൊട്ടിലൊന്ന് കൊത്തുന്ന സമയത്ത് അമ്മയ്ക്ക് മനസ്സിലാവും കുഞ്ഞുങ്ങൾക്ക് വിശക്കുകയാണെന്ന്. അങ്ങനെ അമ്മ വായിലൂടെ കുഞ്ഞുങ്ങൾക്ക് ഫുഡ് കൊടുക്കും. ടിംബർഗൻ എന്ന് പറഞ്ഞൊരു ശാസ്ത്രജ്ഞൻ ഈ പക്ഷികൾ ഒരു പരീക്ഷ നടത്തി. അതായത് ഈ അമ്മ പക്ഷി ഇല്ലാത്ത സമയത്ത് ഇതിന്റെ കൂടിന്റെ അടുത്ത് കൊണ്ട് തെർമോക്കോൾ ഉണ്ടാക്കിയ ഒരു ഡമ്മി അമ്മ പക്ഷിയുടെ പ്രതിമ കൊണ്ട് വെച്ചു. ഇതിന്റെ ചുണ്ടിന്റെ അറ്റത്ത് ഒരു ചുവന്ന പൊട്ട് വിട്ടു. അപ്പൊ കുഞ്ഞുങ്ങള് അത് അമ്മ അല്ലെന്ന് പോലെ തിരിച്ചറിയാൻ പറ്റാതെ വന്ന് ഈ ചുവന്ന പൊട്ടിൽ കൊത്താൻ തുടങ്ങി. അപ്പൊ നമ്മുടെ ടിംബർഗൻ വേറൊരു പരിപാടിയും കൂടെ ചെയ്ത്, അതായത് അടുത്ത് കൊണ്ടുവച്ച അമ്മ പക്ഷിയിലെ പ്രതിമയിലെ ചുണ്ടിൽ വലിയൊരു ചുവന്ന പൊട്ടും കൂടെ ഇട്ട്. അപ്പൊ എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ ഈ കുഞ്ഞുങ്ങൾ വന്നിട്ട് കൂടുതൽ ആവേശത്തോടെ കൂടുതൽ സ്പീഡിൽ ഇതിൽ കൊത്തിക്കൊണ്ടേ ഇരിക്കാൻ തുടങ്ങി. നമ്മൾ മനുഷ്യന്റെ തലച്ചോറിനും ഇതുപോലത്തെ ഒരു സ്വഭാവമുണ്ട്. നമ്മുടെ ചുവന്ന പൊട്ടുകളാണ് ഉപ്പ്, പഞ്ചസാര, കൊഴുപ്പ് എന്ന് പറയുന്നത്. നമ്മളെ ജീവിച്ചിരിക്കാൻ ഏറ്റവും അത്യാവശ്യ കാര്യങ്ങളാണിത്. ഇത് മനസ്സിലാക്കിയ വലിയ വലിയ ഫുഡ് കമ്പനിക്കാർ കോടികൾ ചെലവാക്കി നല്ല ഫിസ്സുള്ള ഡ്രിങ്ക്സ് ഉണ്ടാക്കി കൊഴുപ്പും ഉപ്പും പഞ്ചസാര എല്ലാം നിറച്ച ഒരുപാട് ഫുഡ് ഐറ്റംസ് കണ്ടുപിടിച്ചു. അതുപോലെ നല്ല ക്രിസ്പി ആയ ചിപ്സ് കണ്ടുപിടിച്ചു. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ആ വലിയ പൊട്ടുകളായിട്ട് നമ്മളെ ഫ്രണ്ടിൽ കൊണ്ട് വെച്ചു. നമ്മൾ ആ കുഞ്ഞു കിളികളെ പോലെ ഈ വലിയ പൊട്ടുകൾ ഇപ്പോൾ കണ്ടിന്യൂസ് കൊത്താൻ തുടങ്ങി. മനുഷ്യ ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ഫുഡിന്റെ വെറൈറ്റി ഉള്ള ഒരു കാലത്താണ് ഇപ്പോൾ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ അതെല്ലാം ആസ്വദിക്കണം. പക്ഷെ നമ്മൾ ഒരു കാര്യം ഓർക്കണം, നമ്മൾ ആ കുഞ്ഞു കിളികളെ പോലെ പറ്റിക്കപ്പെടുന്നുണ്ടോ.